എല്ലാവർക്കും മിസ്റ്റർ നന്ദു ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് മന്ത് മാർച്ച് 30 റിലീസ് ചെയ്യാൻ പോകുന്ന ഫോണിനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. വിവോൻ്റെ ഡീറ്റെയിൽഡിലേക്ക് കിടക്കാം. പ്രൊസസ്സർ, അതിൻ്റെ ക്യാമറ, അതിൻ്റെ എല്ലാം ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ കടന്നാലോ. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയാം. വിവോ V30. സോ ഒരു എക്സ്പെക്റ്റേഷൻ മാർച്ച് 7 മറ്റാണ് റിലീസിങ് വരുന്നത്. 17 അങ്ങനെ എന്തോ ആണ് ഡേറ്റ് കണ്ടത്. സോ മാർച്ചിനാണ്, നെക്സ്റ്റ് മന്താണ് റിലീസ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. ഇന്ത്യയിൽ ലോഞ്ച് ആകുമ്പോൾ MediaTek Dimensity 8200 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വെക്കുന്നത്. SoC എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വെക്കുന്നത്. നമുക്കറിയാം മെക്സിക്കോ എന്ന് പറഞ്ഞ സംഭവത്തിൽ അവിടെ സ്നാപ്ഡ്രാഗൺ 695 ആണ് വിവോ V30 വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് ആ സംഭവമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാൽ എന്താ നടക്കാന്നറിയാം. സോ ഗീസ്, അതേപോലെ തന്നെ 6.78 ഇഞ്ചസ് വരുന്നുണ്ട് ഡിസ്പ്ലേ. അതേപോലെ തന്നെ ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എമുലേറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ 2800x1260 എന്താ പറയുക പിക്സൽ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നുണ്ട്. 2800 നൈറ്റ് പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. എന്തിനാണ് ഇത്ര ബ്രൈറ്റ്നസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഇനി ക്യാമറ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ 15 MB പ്ലസ് 15 MB പ്ലസ് 15 MB പ്ലസ് ട്രിപ്പിൾ ക്യാമറയാണ് തന്നിരിക്കുന്നത്. 3 ക്യാമറയും 15 മെഗാ പിക്സലാണ് തന്നിരിക്കുന്നത്, സെയിം മെഗാ പിക്സൽ. അതേപോലെ തന്നെ സോണിയുടെ 2 ക്യാമറയിലും സോണിയുടെ IMX 920 അതേപോലെ തന്നെ സോണിയുടെ IMX 800-1.6 എന്ന് പറഞ്ഞ സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. 920 കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്യാമറയിൽ. സെക്കൻഡ് ക്യാമറയിൽ സോണിയുടെ IMX 800-1.6 ആണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അൾട്രാ വയലറ്റ് ആംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത്. മെഗാ പിക്സൽ ക്യാമറ 50 MB. ഫ്രണ്ട് ക്യാമറ വരുന്നത്, ഫ്രണ്ട് ക്യാമറയും സെയിം മെഗാ പിക്സൽ തന്നെയാണ്. 15 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറയും വരുന്നത്. സോ ഇതൊരു എക്സ്പെക്റ്റേഷൻ മാർച്ചിന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. അതിന് മുന്നേ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ മാർച്ച് ആയല്ലോ. സോ ഗൈസ്, മാർച്ച് 7 റിലീസ് വരുന്നത്. സോ ഗൈസ്, അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ അതേപോലെ തന്നെ വരുന്നത്, ഫ്രണ്ട് ക്യാമറയിലും വരുന്നത്. അതേപോലെ തന്നെ 4K സപ്പോർട്ടാണ്. സ്വാഭാവികം. എന്തായാലും പ്രൈസ് റേഞ്ച് ഇവർ കൊടുത്തിട്ടില്ല, ഇതിൻ്റെ അകത്ത് ലീക്ക് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 26,000 26,000 30,000-40,000 ഇടയിലാണ് വരുന്നത്. വിവോ പ്രോ വേരിയൻറ്റിന് 40,000 ഇതുമാതിരി ഉണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി. അതേപോലെ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വയറും കിട്ടുന്നുണ്ട്. സ്വാഭാവികം, വിവോ അങ്ങനെ ചാർജർ കൂടെ കൊടുക്കാതെ നിൽക്കുന്നില്ല V സീരീസിൽ. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, ഇത്രയും കാര്യങ്ങളാണ് വിവോ V13 എന്ന് പറഞ്ഞ മൊബൈൽ വരുന്നത്. ഇനി ഇതിൻ്റെ സവിശേഷതയിലേക്ക് കടക്കുകയാണെങ്കിൽ, സോ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നും പറയാനില്ല. മെക്സിക്കോയിൽ കൊടുത്ത മാതിരിയുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിഡിലൻ ഡിസൈനാണ് ഈ V സീരീസിൻ്റെ ഇങ്ങ് തൊട്ട് കുറച്ച് വരെ V27 Pro തൊട്ട് അതിൻ്റെ പിന്നിലുള്ള ഡിവൈസ് വരെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഇതും കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. കേർവ്ഡ് ഡിസ്പ്ലേ അത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വിവോ. അതേപോലെ തന്നെ ചിപ്സെറ്റിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. V സീരീസിൽ ഏക താളം തെറ്റിയ ഒരു മൊബൈൽ V29e എന്ന് പറഞ്ഞതാണ്. അതായത് 27,000 രൂപയുടെ പ്രൈസും 695 ചിപ്സെറ്റുമാണ് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ബാഡ് ഐഡിയ. അതായത് ആ ഒരു ചിപ്സെറ്റിൽ പറ്റാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
1080pയിൽ 16 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4K സപ്പോർട്ടല്ല. ഇത്രയും പ്രൈസ് കൂടുതലാണ്, പക്ഷേ പ്രൊസസ്സർ മാത്രം എന്തിനാണ് മാറ്റിയത്? സ്നാപ്ഡ്രാഗയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 7 Gen 2 മാത്രം വെക്കായിരുന്നു. 695 വെച്ച് അതിനെ ഇല്ലാതെയാക്കി എന്ന് പറയാം. സോ ഗൈസ്, അതേമാതിരി ഒന്നും ഇവിടെ വന്നിട്ടില്ല. മീഡിയ ടെക്കിൻ്റെ കിട്ടില്ല നല്ല പ്രൊസസ്സറാണ് വെച്ചിരിക്കുന്നത്. ഗെയിമിങ്ങിന് ഹീറ്റിംഗ് ഇല്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതുവരെ കാണാത്ത വിവോ ഒരു പ്രത്യേകത ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേമാതിരി ഇൻട്രസ്റ്റ് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ശരി എന്നാൽ ബൈ. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.